ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലെ പോയട്രിയാണ്. മൊഡ്യൂൾ ടൂവിലെ പോയട്രി, ഇന്ത്യൻ സൈറ്റ് ഓൺ ദി എഡ്ജ് ഓഫ് ടൊണീറ്റ പാസ്ചർ. സോ അതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് ആൻഡ്രൂ സുക്നാസ്കി. ആൻഡ്രൂ സുക്നാസ്കി എന്ന് പറയുന്നത് ഒരു കനേഡിയൻ ആർട്ടിസ്റ്റാണ്, പോയറ്റാണ്. ആൻഡ് ഇദ്ദേഹം കാനഡയിലുള്ള പ്രാരി ലാൻഡിനെ കുറിച്ചാണ് എഴുതുന്നത്. പ്രാരി ലാൻഡ് എന്ന് പറയുമ്പോൾ ഗ്രാസ് ലാൻഡ്സ്. കാനഡ എന്ന് പറയുന്നത് ഇസ് എ ലാൻഡ് ഓഫ് വിൽഡർനെസ് ആണ്. അതായത് എങ്ങും കാടും ലോൺലിനെസ്സും സെക്ലൂഷനും ഒറ്റപ്പെട്ട ആ ഒരു വിൽഡർനെസിന്റെ ഒരു ലാൻഡാണ് കാനഡ എന്ന് പറയുന്നത്. സോ കനേഡിയൻ പ്രാരീസിനെ കുറിച്ചും ട്രാവലിങ്സിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഹോം പ്ലേസിനെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം എപ്പോഴും എഴുതുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ പോയറ്റിക് ആന്തോളജിയുടെ പേരാണ് സ്റ്റോം വാർണിംഗ്. പിന്നെന്താണ്, ഇദ്ദേഹത്തിന്റെ വുഡ് മൗണ്ടൻ പോംസ് എന്നും പറഞ്ഞ് ഇദ്ദേഹത്തിന് കുറെ കളക്ഷൻസ് ഉണ്ട്. ഈ വുഡ് മൗണ്ടൻ പോംസിനകത്തു നിന്നുള്ളൊരു പോമാണ് നമുക്ക് പഠിക്കാനുള്ള ഇന്ത്യൻ സൈറ്റ് ഓൺ ദി എഡ്ജ് ഓഫ് ടൊണീറ്റ പാസ്ചർ. സോ ഇതെന്ന് പറയുന്ന അദ്ദേഹം ഒരു കനേഡിയൻ പ്രയറി ലിറ്ററേച്ചറിന്റെ ഒരു ന്യൂ വോയിസ് ആണ്. അതായത് ആ കനേഡിയൻ പ്രയറി ലാൻഡ്സിന്റെ ബേസ് ചെയ്തിട്ട് പോംസും ഷോർട്ട് സ്റ്റോറീസും നോവൽസും ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ കനേഡിയൻ റൈറ്റേഴ്സ് തന്നെ. സോ ആ ഒരു ജാണറിലുള്ള ഒരു റൈറ്ററാണ്, കനേഡിയൻ പ്രയറി ലിറ്ററേച്ചർ എന്നുള്ള ജാണറിനുള്ളൊരു റൈറ്ററാണ് നമ്മുടെ ആൻഡ്രൂ സുക്നാസ്കി എന്ന് പറയുന്നത്. അദ്ദേഹം വുഡ് മൗണ്ടൻ എന്നുള്ള പ്ലേസ് ആണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. കാനഡയിലുള്ള വുഡ് മൗണ്ടൻ എന്ന് പറയുന്നത് ഒരു സസ്കാച്ചുവിയൻ വില്ലേജ് ആണ്. അദ്ദേഹത്തിന്റെ വീട് ഈ വുഡ് മൗണ്ടനിലാണ്. അത് കാനഡയിലെ ഒരു പ്ലേസ് ആണ് കേട്ടോ, വുഡ് മൗണ്ടൻ. സോ ആ വുഡ് മൗണ്ടനിലുള്ള അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ ഹോം പ്ലേസിനോടുള്ള അദ്ദേഹത്തിന്റെ ഒരു നൊസ്റ്റാൾജിയ, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു പോയത്തിനകത്ത് പറയുന്നത്. അതായത് പാസ്റ്റിനെ കുറിച്ച്, ഈ ഒരു വാസ്റ്റ് പ്രയറി ലാൻഡിന്റെ ലോൺലിനെസിനെ കുറിച്ച്, ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ഒരു നാച്ചുറൽ എലിമെന്റ്സ് ആണ് ഈ ഒരു പോം കൂടുതലും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ വുഡ്ലാൻഡ് എന്നുള്ള വുഡ് മൗണ്ടൻ എന്നുള്ള ഈ ഒരു പ്ലേസിലുള്ള നാച്ചുറൽ എലിമെന്റ്സിനെ കുറിച്ചും അവിടെയുള്ള സെറ്റിലേഴ്സിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പോം പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ അച്ഛനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ തന്നെ ഫാദർ ഇൻ ലോയെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ കുറച്ച് ഹിസ്റ്ററി പറയുന്നുണ്ട്. സോ ഇദ്ദേഹത്തിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയറ്റ് ഓഫ് പ്ലേസ് എന്ന് പറയാം. അതായത് ഹോം, ആൻസെസ്ട്രൽ പ്ലേസ്, ഐഡന്റിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇദ്ദേഹം കൂടുതലും എഴുതുന്നത്. ആൻഡ് നമുക്കിനി പോയത്തിലോട്ട് പോവാം. സോ ആദ്യമേ മിസ്റ്റർ റഫായിട്ടൊരു ഇത് പറയാം. ഈ ഒരു പോം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പ്ലേസ് ഓഫ് ബർത്തും അവിടെയുള്ള നാച്ചുറൽ അല്ലെങ്കിൽ അവിടെയുള്ള നേച്ചറിനെ കുറിച്ചുമാണ് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവിടെ വെച്ച് നേച്ചറിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ മെഡോ ലാർക്കിന്റെ സോങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ലാർക്ക് എന്ന് വെച്ചാൽ ഒരു പക്ഷിയാണ്. ലാർക്കിന്റെ സോങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം കളിച്ച് വളർന്ന, അതായത് സ്വിം ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്രീക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താണ്, CREEK, ഏകദേശം ഒരു ഇടുങ്ങിയ റിവർ എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കുറച്ച് ഒരു വെള്ളം തിങ്ങി നിൽക്കുന്ന ഇടുങ്ങിയ ഒരു പ്ലേസ്. ആ ക്രീക്കിൽ കുളിച്ച് വളർന്ന കാര്യം പറയുന്നുണ്ട്. പിന്നെ മീൻ പിടിച്ച കാര്യം പറയുന്നുണ്ട്. ആൻഡ് അപ്പൊ റീഡേഴ്സിന്റെ അടുത്ത് പല കാര്യങ്ങൾ ഇദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ബാർഡ് വയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ബാർഡ് വയർ എന്ന് വെച്ചാൽ ഇലക്ട്രിക് വയർ കൊണ്ടുള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഫെൻസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇദ്ദേഹം. പിന്നെന്താണ്, അദ്ദേഹത്തിന്റെ ആ ഒരു ബർത്ത് പ്ലേസുമായിട്ടുള്ള ലിങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ആ ഒരു സ്ഥലത്തെ സെറ്റിലേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആരൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട്, ആരൊക്കെയാണ് അവിടെ വന്ന് ഇമിഗ്രേറ്റ് ചെയ്ത് താമസിച്ചത്, അവരെ കുറിച്ച് പറയുന്നുണ്ട്. ആ സെറ്റിലേഴ്സിന്റെയൊക്കെ ഹിസ്റ്ററിയെ കുറിച്ച് ഇദ്ദേഹം പല ഇന്റർപ്രിട്ടേഷൻസ് നടത്തുന്നുണ്ട്. പിന്നെന്താണ്, ഈ സെറ്റിലേഴ്സ് ഒക്കെ എങ്ങനെയാണ് സിമ്പത്തറ്റിക്കായി ആ ഒരു പ്ലേസിനെ സ്നേഹിച്ച് തുടങ്ങിയത്. വേറെ സ്ഥലത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണല്ലോ സെറ്റിലേഴ്സ് എന്ന് പറയുന്നത്. ആ സെറ്റിലേഴ്സ് എങ്ങനെ ഈ ഒരു ലാൻഡിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി, അവിടെയുള്ള ഇൻഡിജീനിയസ് പീപ്പിൾ, അതായത് അവിടെ മുതലുള്ള പണ്ട് മുതലേ ഉള്ള ഒറിജിനൽ ഇൻഹാബിറ്റൻസിനെ കുറിച്ച് ഒക്കെ നമ്മുടെ പോയിട്ട് ഇതിൽ സംസാരിക്കുന്നുണ്ട്. കൊളോണിയലിസത്തിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്ത ഒറിജിനൽ ഇൻഹാബിറ്റൻസ് അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിളിനെ കുറിച്ച് നമ്മുടെ റൈറ്റർ പറയുന്നുണ്ട്. സോ വുഡ് മൗണ്ടൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്ലേസ് ആണ്. അവിടെ ഒരു ഗ്രാസ് ലാൻഡും അല്ലെങ്കിൽ കൾട്ടിവേറ്റഡ് ഫീൽഡ്സ് ഒക്കെ ഉള്ളൊരു പ്ലേസ് ആണ്. ഓക്കെ, അതിന്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റിലോട്ട് പോകുമ്പോൾ ഡ്രയർ ആണ്, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഗ്രാസ് ലാൻഡ്സ് ആണുള്ളത്. നല്ലപോലെ പ്ലൗ ചെയ്ത്, അതായത് നല്ല ബാർലി, വീറ്റ് ഇങ്ങനെയുള്ള പിന്നെ ഫീൽഡ്സ് ഒക്കെ നമുക്ക്, ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിന്റെ ഒക്കെ ഫീൽഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഒരു
റീഡിസ്കവറി ഓഫ് ഹിസ് ഓൺ പ്ലേസ്, അല്ലെങ്കിൽ ഹിസ് ഓൺ നേറ്റീവ് പീപ്പിൾ, അല്ലെങ്കിൽ സെറ്റിലേഴ്സിന്റെ ഒക്കെ ഒരു ഹിസ്റ്ററിയാണ് ഇതിനകത്ത് പറയുന്നത്. ലാംഗ്വേജ് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ കൊളോക്കിയൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. ആൻഡ് ഒരു പോയറ്റ് ഇങ്ങനെ സ്വന്തം സ്ഥലത്തിന്റെ ഹിസ്റ്ററി അന്വേഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു നേറ്റീവ് സ്റ്റോറിയെ ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഇമാജിനേറ്റീവായിട്ട് റീകൺസ്ട്രക്ട് ചെയ്ത് പോവുകയാണ് ആ ഒരു സ്റ്റോറിയെ. സോ നമുക്ക് ആ ഒരു സ്റ്റോറിയുടെ ഇനി അടുത്ത കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇദ്ദേഹത്തിന്റെ പ്ലേസ് ഓഫ് ബർത്തിനെ കുറിച്ചാണ് എഴുതുന്നത്. അതായത് ഇദ്ദേഹത്തിന്റെ പ്ലേസ് ഓഫ് ബർത്ത് ആണ് വുഡ് മൗണ്ടൻ എന്ന് പറയുന്നത്. ആ ഒരു പ്ലേസ് ഓഫ് ബർത്തിൽ ഇദ്ദേഹത്തിനേക്കാട്ടിലുപരി വേറെ ആർക്കാണ് റൈറ്റ് ഉള്ളത് ഇത്രയധികം ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ എന്നാണ് പോയിട്ട് ചോദിക്കുന്നത്. അവിടുത്തെ നാച്ചുറൽ എലിമെന്റ്സിനെ കുറിച്ച്, അവിടുത്തെ സെറ്റിലേഴ്സിനെ കുറിച്ചും, അവിടുത്തെ ടിപ്പി റിങ്സിനെ കുറിച്ചും, TIPI റിങ്സ്, RINGS, ടിപ്പി റിങ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ട്രൈബൽസ് യൂസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് റിങ്സ്. അതായത് അവരുടെ ക്യാമ്പ്, ട്രൈബൽ പീപ്പിൾ അവരുടെ ടെന്റ് അടിക്കാൻ അല്ലെങ്കിൽ ക്യാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആങ്കർ അല്ലെങ്കിൽ കൊളുത്താണ് ടിപ്പി റിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടിപ്പി റിങ്സ് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ട്രൈബൽ പീപ്പിളിന്റെ വേ ഓഫ് ലൈഫിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ വേ ഓഫ് സെറ്റിലിംഗ് അതിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ പിന്നീട് ഈ പോയറ്റിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ ഒരു ഇൻഡിജീനിയസ് വേ ഓഫ് ലിവിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇൻഡിജീനിയസ് പീപ്പിളിന്റെ ലൈഫിനെ കുറിച്ചും അവിടെ വന്ന് താമസിക്കുന്ന സെറ്റിലേഴ്സിന്റെ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ചുമാണ് പോയറ്റ് പിന്നെ സംസാരിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ആ 3 റിങ്സ് ഓഫ് സ്റ്റോൺസ്. പിന്നെ അദ്ദേഹം പറയുവാണ് ഈ ഒരു ടിപ്പി റിങ്സ് ഉണ്ടല്ലോ, ഈ ടിപ്പി റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എ സിംബോളിസം ഓഫ് ദി ലൈഫ് ഓഫ് ഇൻഡിജിനിയസ് പീപ്പിൾ ആണ്. അവിടെ പണ്ട് താമസിച്ചിരുന്ന ആളുകളുടെ, ആദിവാസികളുടെ അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിളിന്റെ ലൈഫിനെ കുറിച്ചാണ് ഈ ടിപ്പി റിങ്സ് സിഗ്നിഫൈ ചെയ്യുന്നത്. സോ ഈ 3 റിങ്സ് ഓഫ് സ്റ്റോൺസ് അല്ലെങ്കിൽ ഈ ടിപ്പി റിങ്സിനെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്? ഹിസ്റ്ററി, അവരുടെ ആ ഒരു ട്രൈബൽ പീപ്പിളിന്റെ അല്ലെങ്കിൽ ആ ഒരു ലാൻഡിന്റെ ഹിസ്റ്ററി നമ്മൾ തട്ടിക്കുടഞ്ഞെടുത്തതുപോലെയാണ്. സോ ഈ ടിപ്പി റിങ്സ് അല്ലെങ്കിൽ 3 റിങ്സ്, ടിപ്പി റിങ്സ് എന്ന് വെച്ചാൽ 3 റിങ്സ് ആണ് കേട്ടോ. ആ ടെന്റ് സെറ്റ് ചെയ്യുന്ന 3 കൊളുത്തുകളാണ് ടിപ്പി റിങ്സ് എന്ന് പറയുന്നത്. സോ ആ ടിപ്പി റിങ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലാൻഡിന്റെ ഹിസ്റ്ററി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ ടിപ്പി റിങ്സ് ഒന്നും ഇപ്പോൾ ഈയിടെയായിട്ട് നമുക്ക് കാണാനേ സാധിക്കുന്നില്ല. അതെല്ലാം ഡസ്റ്റ് മൂടി ഫീൽഡിൽ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ ടിപ്പി റിങ്സിന്റെ ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഈ കനേഡിയൻ പ്രയറി ലിറ്ററേച്ചറിൽ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇമേജസ് ആണ്. അതായത് എല്ലാ പോയത്തിനും സ്റ്റോറീസിലും എല്ലാം ഈ ടിപ്പി റിങ്സിനെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട് റൈറ്റേഴ്സ്. അതൊരു റിക്കറിംഗ് ആയിട്ടുള്ളൊരു ഇമേജ് ആണ്. ഓക്കെ, ഇനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീ സൊപ്രേലോസ് ഫാദേഴ്സ് സെറ്റിലേഴ്സ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതായത് ഇയാളുടെ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ സെറ്റിലർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു സെറ്റിലർ ആയിരുന്നു, ഇവിടെ വന്ന് താമസിച്ച ആളാണ്. പിന്നെ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡസ്റ്റ് ബൗൾ ആൻഡ് ഡേർട്ടി 30s, അതായത് 1930s കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് കാനഡയിൽ ഗ്രേറ്റ് ഡിപ്രഷൻ ബാധിച്ചു. അതിന് ഡേർട്ടി 30s എന്നാണ് ആ ഒരു ഇറയെ പറയുന്നത്. 1930s ഡേർട്ടി 30s എന്നാണ് കാനഡയിൽ അറിയപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഡസ്റ്റ്, അതായത് ഒരുപാട് രീതിയിലുള്ള അഗ്രികൾച്ചറൊക്കെ നല്ലപോലെ സെറ്റ് ബാക്ക് ചെയ്തൊരു സമയമായിരുന്നു. അഗ്രികൾച്ചർ നല്ലപോലെ ഫെയിലർ ആയി എന്നുള്ള സമയമായിരുന്നു. കാരണം ഡസ്റ്റിന്റെ അതായത് ഡസ്റ്റ് വിൻഡ് ഉണ്ടല്ലോ, അതിങ്ങനെ മൂടി അവരുടെ ആ ഒരു അഗ്രികൾച്ചറൽ ഫീൽഡിനെയും അവരുടെ വീടുകളെയൊക്കെ. അതുകൊണ്ട് തന്നെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്തിരുന്നൊരു സമയമാണ് ഈ 1930s എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡേർട്ടി 30s എന്നാണ് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ ഡസ്റ്റ് ബൗൾ ഇയേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഒരുപാട് കനേഡിയൻസ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, അവിടെ വന്ന് താമസിച്ച കുറെ ആളുകൾ എല്ലാവരും കൂടെ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഡസ്റ്റ് കൊണ്ട് നിറയാൻ തുടങ്ങി അവരുടെ വീടും അവരുടെ ഫീൽഡും എല്ലാം. പിന്നെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ പോയിട്ട് ഇനി അദ്ദേഹത്തിന്റെ പ്ലേസ് ഓഫ് ബർത്തുമായിട്ട് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുവാണ്. എങ്ങനെ അദ്ദേഹത്തിന്റെ ആ പ്ലേസ് ഓഫ് ബർത്തുമായിട്ടുള്ള പഴയ പാസ്റ്റിനെ കുറിച്ച് ഇദ്ദേഹം ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണ്. പാസ്റ്റ് ഓഫ് ദ പ്ലേസിനെ കുറിച്ച് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്ത് നോക്കുവാണ്. ആൻഡ് ആ ഒരു കണക്ഷനിലൂടെ അദ്ദേഹം കുറെ മെമ്മറീസിലോട്ട് കടന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ പഴയ നൊസ്റ്റാൾജിക് മെമ്മറീസിലോട്ട്, അബൌട്ട് ദ പ്ലേസ്, അബൌട്ട് ഹിസ് ഫാമിലി, അബൌട്ട് ദിസ് ലാൻഡിനെ കുറിച്ച് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, മെമ്മറീസ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ മെമ്മറീസും അല്ലെങ്കിൽ ഈ ഒരു പ്ലേസിനെ കുറിച്ച് അദ്ദേഹം കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കോംപ്രിഹെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ലാൻഡിൽ അദ്ദേഹത്തിന്റെ ആളുകളുടെ ഹിസ്റ്ററിയെ കുറിച്ച്, ആ ലാൻഡിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് ഒക്കെ പറയുവാണ്. ആ ലാൻഡിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുമ്പോൾ ഈ പോയിട്ട് ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട്,
പറയുന്നുണ്ട് ജോഗ്രഫി ഓഫ് ബ്ലഡ് എന്ന്. ജോഗ്രഫി ഓഫ് ബ്ലഡ് എന്ന് വെച്ചാൽ എന്താണ്, അദ്ദേഹത്തിന്റെ ആ ഒരു വുഡ് മൗണ്ടൻ എന്നുള്ള ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് കുറേയധികം വാർസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. കുറേയധികം ബാറ്റിൽസ് അല്ലെങ്കിൽ കുറേയധികം റിവോൾട്ട് അല്ലെങ്കിൽ റെവല്യൂഷൻസ് ഒക്കെ ഫേസ് ചെയ്തൊരു ലാൻഡാണ്. കാരണം ഒരുപാട് ഡെത്ത്, ഒരുപാട് ഡീക്ക്, ഒരുപാട് ഡിസീസസ് ഒക്കെ ഇദ്ദേഹത്തിന്റെ ലാൻഡ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആളുകൾ കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ സ്പേസും ഈ പ്ലേസും, അതായത് ഒരാളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന അയാൾ താമസിക്കുന്ന പ്ലേസ് ആണ് അല്ലെങ്കിൽ ആ സ്പേസ് ആണ്. ആ സ്പേസുമായ പ്ലേസും എന്ന് പറയുന്നത് ടൈമിന് ബിയോണ്ട് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് ഒരു 4 ഡിറക്ഷൻസിനെ കുറിച്ച് ഈ ഒരു പോയത്തിനകത്ത് പറയുന്നുണ്ട്. ഇയാൾ താമസിക്കുന്ന അല്ലെങ്കിൽ ഇയാളിപ്പോൾ ഹിസ്റ്ററി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്ന ടൈം, ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിനും പ്ലേസിനും ഒക്കെ ബിയോണ്ട് ആണ്. ആൻഡ് ദെൻ പറയുന്നത് ആ സമയത്ത് ആളുകൾ എന്തെങ്കിലും നല്ല കാര്യം, ഓസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ 4 ഡിറക്ഷൻസിനെ നോക്കി പ്രാർത്ഥിച്ചിരുന്നു. അതെന്തിനു വേണ്ടിയാണ്, നല്ല പോലെ അവർക്കൊരു ഗൈഡ് കിട്ടാൻ വേണ്ടിയാണ്, ഒരു ഗൈഡിങ് ഫോഴ്സ് പോലെ. ഓക്കെ, ദെൻ പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹം ഒരു കൺഫസ് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ലാൻഡിനെ കുറിച്ചോ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചോ അതിന്റെ എഫക്റ്റിനെ കുറിച്ചൊന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു ഇന്നബിലിറ്റിയെ കുറിച്ച് ആര് പറയുന്നുണ്ട്, നമ്മുടെ പോയിറ്റ് പറയുന്നുണ്ട്. ദെൻ ഹീസ് ടോക്കിംഗ് അബൌട്ട് വെസിലി ടോണിറ്റ. വെസിലി ടോണിറ്റ എന്ന് പറയുന്നത് ഒരു വുഡ് മൗണ്ടനിലെ തന്നെ ഒരു സിറ്റിസൺ ആണ്. അയാളൊരു റിയൽ സിറ്റിസൺ ആണ്. ഈ വെസിലി ടോണിറ്റ എന്ന് പറയുന്നത് നമ്മുടെ പോയറ്റിന്റെ ഫാദറിലോ ആയിട്ടൊക്കെ വരും. അപ്പം വുഡൻ മൗണ്ടനെ കുറിച്ച് പറയുന്നുണ്ട്, സിറ്റിസൺ ഓഫ് വുഡൻ മൗണ്ടൻ ഓർ വുഡ് മൗണ്ടൻ. പിന്നെ പ്രയറി വേ ഓഫ് ലൈഫിനെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. സോ വെസിലി ടൊണീറ്റ എന്ന് പറയുന്ന റിയൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അയാൾ പണ്ട് വുഡ് മൗണ്ടനിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം അയാളുടെ ആ ഒരു വേ ഓഫ് പ്രയറി ലൈഫിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അയാളെക്കുറിച്ചും പറയുന്നുണ്ട്, അയാളുടെ വേ ഓഫ് ടൈം, ആ ഒരു സമയത്തുണ്ടായിട്ടുള്ള ഹിസ്റ്ററിയെക്കുറിച്ചും പ്ലേസിനെ കുറിച്ചും ടൈമിന്റെ ആ ഒരു മൂവ്മെന്റിനെ കുറിച്ചുമാണ് പിന്നീട് പോയിട്ട് പറയുന്നത്. അതായത് ഒരുപാട് ടൈം പോയി, അതായത് ഒരുപാട് ഇയേഴ്സ് പോയി. ഇവരുടെ ഈ വെസിലി ടൊണീറ്റയുടെ സൺസ് എന്ന് പറയുന്നത് എന്താണ്, പാസ്റ്ററൽ എക്സ്പീരിയൻസ്, അതായത് ഈ ഒരു പാസ്റ്ററൽ ഫീൽഡ് അല്ലെങ്കിൽ ഈ ഗ്രാസ് ലാൻഡ്സിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടമൊക്കെ പോയി. നമ്മുടെ വെസിലി ടൊണീറ്റയുടെ മക്കൾ വന്നതിന് ശേഷം അല്ലെങ്കിൽ ആൺമക്കൾ വന്നതിന് ശേഷം അവരൊക്കെ എന്ത് ചെയ്തു, ഈ ലാൻഡ് വിട്ട് പോവുകയാണ് ചെയ്തത്. അതായത് അവരുടെ ആ ഒരു നേറ്റീവ് ആയിട്ടുള്ള അഗ്രികൾച്ചറോ ഫാമിങ്ങോ ഒന്നും ഇവരാരും ഫോളോ ചെയ്തിട്ടില്ല. ആ ഒരു പാസ്റ്ററൽ എക്സ്പീരിയൻസ് ഒന്നും വെസിലി ടൊണീറ്റയുടെ മക്കൾ ഫോളോ ചെയ്തില്ല. പിന്നെന്താണ്, ഒരു ഹോക്കിന്റെ സിംബോൾസും അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഹോക്ക് എന്ന് പറയുന്നത് എന്താണ്, പവർ, കറേജ്, സ്ട്രെങ്തിന്റെ സിംബലാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ള ആളുകൾക്ക് ഹോക്കിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വാർണിംഗ് ആണ്, ഒരു ഡേഞ്ചർ സിംബൽ പോലെയാണ്. അപ്പം ഈ ഒരു ഹോക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, ആൻസസ്റ്റേഴ്സിൽ നിന്നുള്ള മെസ്സഞ്ചേഴ്സ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. സോ അതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡേഞ്ചർ സിംബൽ പോലാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇയാൾ പറയുവാണ് എന്താണ്, ഈ ആൻസസ്റ്റേഴ്സിന്റെ വോയിസിനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ പോയിട്ട് ഇങ്ങനെ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരെന്താണ് പറയുന്നത്, അതായത് ഹിസ്റ്ററി ഓഫ് ദി ആൻസസ്റ്റേഴ്സിനെ കുറിച്ചാണ് നമ്മുടെ പോയിട്ട് കേൾക്കാൻ ശ്രമിക്കുന്നത്. സോ ഹീസ് ട്രൈങ് ടു ഹിയർ ദ വോയിസസ് ഓഫ് ദി ആൻസസ്റ്റേഴ്സ്. അതായത് ആ ആൻസസ്റ്റേഴ്സിന്റെ സൗണ്ട് അല്ലെങ്കിൽ ആൻസസ്റ്റേഴ്സിന്റെ വോയിസ് ഇങ്ങനെ കേൾക്കാനായിട്ട് നമ്മുടെ പോയിട്ട് കൊതിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല പോയിട്ട് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, പാസ്റ്റിനെയും നമ്മുടെ പ്രസന്റിനെയും പിന്നെ പഴയ കാലഘട്ടത്തിനെയൊക്കെ കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതായത് ഒരു ക്രിയേഷൻ മിത്തിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ക്രിയേഷൻ മിത്ത് എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ നോവാസ് ആർക്കൊക്കെ കേട്ടില്ലേ, ഫ്ലഡ് വന്നിട്ട് നമ്മൾ വീണ്ടും പുനർജനിച്ചതാണ്, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതാണ് എർത്തിൽ, അങ്ങനെയുള്ളൊരു മിത്തുണ്ട്. ആ ക്രിയേഷൻ മിത്തിനെ കുറിച്ചും, അതായത് വേറൊന്നുമില്ല, ഈ ഒരു സെറ്റിലേഴ്സിന്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ ഒറിജിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാസ്റ്റ് ലൈഫിനെ കുറിച്ചൊക്കെ നമ്മുടെ പോയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുവാണ്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഹിസ്റ്ററി, ഇയാൾ കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത് എന്തിനെയാണ്, ഹിസ്റ്ററി എങ്ങനെ കണ്ടുപിടിക്കാം ഈ ഒരു പാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സെറ്റിലേഴ്സിന്റെ അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിളുടെ പാസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ്. സോ പല വഴികളിലൂടെ ഇദ്ദേഹം ആലോചിക്കുകയാണ്, പല ക്യാരക്ടേഴ്സിലൂടെ ഇദ്ദേഹം പാസ്റ്റിനെ അല്ലെങ്കിൽ ഹിസ്റ്ററിയെ റീകൺസ്ട്രക്ട് ചെയ്യാനാണ് നോക്കുന്നത്. ദെൻ ലീ സൊപ്പാർലോ റീക്രിയേറ്റ്സ് ആൻസെസ്ട്രൽ സ്പേസിനെ കുറിച്ച് ലീ സൊപ്രേലോ റീക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതായത് ആ ഒരു ടിപ്പി റിങ്സിനെ കുറിച്ച് മിസ് നേരത്തെ പറഞ്ഞല്ലോ, ടിപ്പി റിങ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നെ ആൻസെസ്ട്രൽ സ്പേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്, പാസ്റ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കുന്നു അല്ലെ, പക്ഷെ എന്നിട്ടും എന്താണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ദെൻ പിന്നെ എന്താണ് പറയുന്നത്,
ഈ ലീ സൊപ്രേലോ എന്ന് പറഞ്ഞ മനുഷ്യരാണ് ശരിക്കും പറഞ്ഞാൽ ടിപ്പി റിങ്സ് കണ്ടുപിടിക്കുന്നത്. പോയറ്റ് എന്താണോ ഫിലോസഫിക്കലി അല്ലെങ്കിൽ തിയററ്റിക്കലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ലീ സൊപ്രേലോ എന്ന് പറഞ്ഞ മനുഷ്യൻ ശരിക്കും പറഞ്ഞ പാസ്റ്റിനെ അയാൾ നല്ല പെയിൻ എടുത്ത് അയാൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പാസ്റ്റിനെ കണ്ടുപിടിക്കാൻ നോക്കുവാണ്. ലീ സൊപ്പേർലോ എന്ന് പറയുന്ന ആള് ആ 3 സർക്കിൾസ് അല്ലെങ്കിൽ ആ ടിപ്പി റിങ്സ് കണ്ടുപിടിക്കുന്നു. ടിപ്പി റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ലൈഫിനെ കാണിക്കുന്നു? ആൻസസ്റ്റേഴ്സിന്റെ ലൈഫിനെ കാണിക്കുന്ന ഒരു സിമ്പിളാണ് ടിപ്പി റിങ്സ്. സോ ഇയാൾ എന്താണോ ഐഡിയോളജിക്കലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലീ സൊപ്പേർലോ അതിനെ അങ്ങ് പ്രാക്ടീസ് ആക്കി മാറ്റി. അയാള് വയേർഡ് ആങ്കേഴ്സിനെ കണ്ടുപിടിക്കുന്നു. പാസ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ നമ്മുടെ ലീ സൊപ്പേർലോ ആക്ച്വലി എന്ത് ചെയ്യുകയാണ്, കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ പിന്നീട് ലീ സൊപ്പേർലോ കണ്ടുപിടിച്ച ഒരു ഇന്ത്യൻ സൈറ്റിനെ കുറിച്ച് പോയിട്ട് സംസാരിക്കുവാണ്. ഇന്ത്യൻ സൈറ്റ് എന്ന് വെച്ചാൽ ട്രൈബൽ പീപ്പിളിന്റെ താമസ സ്ഥലത്തിനെ കുറിച്ച് പറയുവാണ്. പിന്നീട് ചോദിക്കുവാണ്, ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് ഈ ഒരു ലാൻഡ്, ആരുടേതാണ് ഈ ലാൻഡ്, ഈ പ്രയറി ലാൻഡ് എന്ന് പറയുന്നത് ആരുടേതാണെന്ന് ചോദിക്കുവാണ് നമ്മുടെ പോയിറ്റ്. ഗ്രോസ് വെൻട്രയുടെ ആണോ, ആഷ്കിയുടെ ആണോ? ഗ്രോസ് വെൻട്രയെ ആഷ്കി എന്ന് പറയുന്നത് പഴയ ട്രൈബൽ ആളുകളാണ്, ട്രൈബൽ ഗ്രൂപ്പുകളാണ്. അതോ അസിനി ബോയിൻ ട്രൈബ്സ്മെനിന്റെ ആണോ? അസിനി ബോയിൻ ട്രൈബ്സ്മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പട്ടിണി വന്ന് ചത്ത ആളുകളാണ്, ട്രൈബൽ പീപ്പിളാണ്. ഇവരുടെയാണോ ഈ പ്രയറീസ് എന്ന് പറയുന്നത്? പിന്നീട് ഒരു കമ്പനിയുടെ കാര്യം പറയുന്നുണ്ട്, ഹഡ്സൺ ബേ കമ്പനി ട്രേഡിംഗ് പോസ്റ്റ്. അത് ബ്രിട്ടീഷുകാരുടെ കമ്പനിയാണ്. അത് യോർക്ക് എന്നുള്ള സ്ഥലത്താണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. നേറ്റീവ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി വന്നപ്പോൾ ഈ ട്രൈബൽ പീപ്പിൾ അല്ലെങ്കിൽ നേറ്റീവ്സ് എന്ന് പറയുന്ന അവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി ഈ ഒരു കമ്പനിയെ. അതായത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഗുഡ്സിനെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അവസാനം ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് നിർത്തിയപ്പോൾ ഇവര് പട്ടിണി കിടന്ന് കുറെ പേര് മരിച്ചു. ഈ ഏത് ട്രൈബിലെ? അസീനി ബോയിൻ ട്രൈബിലെ ആളുകൾ. അപ്പൊ ഈ അസീനി ബോയിൻ ട്രൈബിലുള്ള ആളുകൾ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി, അവർ മിസോറിയിലോട്ട് ട്രേഡ് നടത്താൻ തുടങ്ങി. ട്രേഡ് നടത്തി അവർ വെള്ളക്കാരുമായിട്ട് ട്രേഡ് നടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് പല ടൈപ്പിലുള്ള അസുഖങ്ങൾ വരാൻ തുടങ്ങി. സ്മോൾ പോക്സ് വന്നു. ഒരുപാട് ആളുകൾ എന്നത് വൈറ്റ് പീപ്പിളിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഇവർക്ക് സ്മോൾ പോക്സ്. അപ്പം ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, പോക്സ് വന്ന് എന്ത് ചെയ്യുന്ന ആളുകൾ, ഈ ഒരു ട്രൈബിലുള്ള ആളുകൾ ഒരുപാട് പേര്, ഒരു 70% ആളുകൾ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിനുള്ള വാക്സിനും ഒന്നും ഇല്ലായിരുന്നു. സെക്കൻഡ് സ്മോൾ പോക്സ് ഔട്ട് ബ്രേക്ക് 1837 വന്നത്. ഈ അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ട്രൈബൽ പീപ്പിൾ എന്ത് ചെയ്തു, അവിടെ ആ ഒരു സെക്കൻഡ് ടൈമിലും മരിച്ചു. ഫസ്റ്റ് ടൈമിലും ഇതുപോലെ സ്മോൾ പോക്സ് ഔട്ട് ബ്രേക്ക് വന്നു. സെക്കൻഡ് ടൈമിൽ എന്തുപറ്റി, കുറെ ആളുകൾ, വാക്സിൻ എടുക്കാത്ത കുറെ ആളുകൾ മരിക്കാൻ തുടങ്ങി. സോ അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് തന്നെ അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് പേര് നോർത്തേൺ ടെറിട്ടറീസിലോട്ടൊക്കെ ഓടിക്കളഞ്ഞു. എന്നിട്ട് അവരെല്ലാവരും മരിച്ചുപോയി. അപ്പൊ ഈ സ്മോൾ പോക്സ് എന്ന് പറയുന്ന അസുഖത്തിന്റെ വരവോടുകൂടി എന്ത് പറ്റി, പവർ സ്ട്രക്ചറിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു. ലാൻഡിന്റെ കാര്യത്തിൽ, ഒക്കുപ്പൻസിയുടെ കാര്യത്തിലൊക്കെ വ്യത്യാസം വന്നു. അതായത് ഒരുപാട് പേര് മരിച്ചപ്പോൾ വേറെ പല ആളുകൾക്കും ലാൻഡ് ഓൺ ചെയ്യാനുള്ള ചാൻസ് കിട്ടി. ഈ അസിനി ബോയിൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ച് 3,000 ലെസ് ദാൻ 3,000 പീപ്പിൾ മരിക്കാൻ തുടങ്ങി. ഈ സ്മോൾ പോക്സും അതുപോലെ തന്നെ വേറെ പല അസുഖങ്ങളും പിന്നെ പട്ടിണി കിടന്നുമൊക്കെ ഈ അസിനി ബോയിൻ പോപ്പുലേഷനുള്ള ആളുകൾ അങ്ങ് മരിച്ചു. ആൻഡ് അവര് ഒരുപാട് ട്രൈബ്സ് മരിച്ചു, ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ്സ് മരിച്ചു. അതിലൊരു ഗ്രൂപ്പ് മാത്രമാണ് അസിനി ബോയിൻ ട്രൈബ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഹിസ്റ്ററി ഓഫ് ദ ട്രൈബ്സ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഹങ്കറിന്റെ, വിശപ്പിന്റെയും അസുഖങ്ങളുടെയും മരണത്തിന്റെയും ഡീക്കേയുടെയും ഒക്കെ ഹിസ്റ്ററിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത സാന്റീസ് എന്നും പറഞ്ഞ ഒരു ട്രൈബൽ ഗ്രൂപ്പിന്റെ കാര്യമാണ് പറയുന്നത്. സാന്റി ഒരു ഗ്രാൻഡ് മദറിനെ കുറിച്ച് പറയുന്നുണ്ട്, സാന്റി ഗ്രാൻഡ് മദർ. അപ്പൊ അവരുടെ സ്റ്റോറിയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് 1877 ശേഷമുള്ള കാര്യം, ഒരു 40 വർഷത്തിന് ശേഷമുള്ള കാര്യം പറയുന്നുണ്ട്. ഐസക് കോവി എന്ന് പറഞ്ഞൊരു ട്രേഡർ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ, അയാള് അവിടെ ഒരു ഫോർട്ടിലായിരുന്നു താമസിച്ചിരുന്നത്, ഫോർട്ട് ക്വെപ്പയിലായിരുന്നു താമസിച്ചിരുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്തിരുന്നത്. അവിടെ വെച്ച് ആ സമയത്ത് വീണ്ടും എന്തുപറ്റി, സെക്കൻഡ് എപ്പിഡമിക് വരാൻ തുടങ്ങി. വാക്സിനേഷൻസ്, അതായത് സെക്കൻഡ് എപ്പിഡമിക് ഓഫ് സ്മോൾ പോക്സ് വരാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറെ ഈ വാക്സിൻസ് ഒക്കെ ഒരുപാട് കണ്ടുപിടിക്കാൻ തുടങ്ങി സ്മോൾ പോക്സിലുള്ള. അങ്ങനെ എല്ലാവരെയും, ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റി. ആൻഡ് മെറ്റിസ് എന്നുള്ള സ്ഥലത്താണ് ശരിക്കും പറഞ്ഞ ഈ വാക്സിൻ കിട്ടിയത്. അപ്പം വാക്സിൻ കിട്ടിയത് അങ്ങനെ, അതായത് ഈ മെറ്റിസ് എന്നുള്ള കനേഡിയൻ റീജിയണിൽ നിന്നാണ് വാക്സിനേഷൻ കിട്ടിയത്. ഓക്കെ. ആൻഡ് ഈ വൈറ്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്നാണ് എന്ത് കിട്ടിയത്, ഈ ഒരു അസുഖം സ്മോൾ പോക്സ് വന്നു. പക്ഷെ കണ്ടുപിടിച്ചത്, ഈ ഒരു അസുഖത്തിനുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് മെറ്റസ് എന്നുള്ള സ്ഥലത്താണ്. അപ്പൊ വാക്സിനേറ്റഡ് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അവിടെ എല്ലാം വരാൻ തുടങ്ങി. ആൻഡ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു സദേൺ പ്ലെയിൻസിലോട്ടും, അതായത് അവര് വാക്സിനേഷൻ കിട്ടിയപ്പോൾ അവർക്ക് കൂടുതലും ഒരു ഇമ്മ്യൂണിറ്റി കിട്ടിയതുകൊണ്ട് പിന്നീട് എന്ത് ചെയ്തു, ഈ ട്രൈബിലുള്ള ആളുകൾ കൂടുതൽ അവിടെ അങ്ങ് താമസിക്കാൻ തുടങ്ങി. ആ ഒരു ട്രേഡിംഗ് പോസ്റ്റിനടുത്തും സറൗണ്ടിങ് ഏരിയാസിനടുത്തും ഒക്കെ ആളുകൾ താമസിച്ചു.
താമസിക്കാൻ തുടങ്ങി. ആൻഡ് എന്ത് ചെയ്യാൻ തുടങ്ങി, എപ്പിഡമിക്കിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റി. പക്ഷെ എന്താണ്, സ്മോൾ പോക്സ് വീണ്ടും സ്മോൾ പോക്സിന് അതങ്ങ് കളഞ്ഞു എന്നാണ് പറഞ്ഞത്. സ്മോൾ പോക്സിന്റെ ആ ഒരു ഇതങ്ങ് തീർന്നു. പക്ഷെ എന്താണ്, നോർത്തേൺ ട്രൈബിലുള്ള ആളുകൾ ലക്കി ആയിരുന്നില്ല. അതായത് സ്മോൾ പോക്സ് പേടിച്ച് ഓടിയ ആളുകൾക്കൊന്നും വാക്സിനേഷൻ കിട്ടാത്തതുകൊണ്ട് അവരെയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരൊക്കെ മരിച്ചുപോയി. ആൻഡ് ഈ ഒരു ട്രൈബിന്റെ, അതായത് ഓരോ ട്രൈബ്സിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരുപോലെയല്ല, യൂണിവേഴ്സൽ മീൻ ഹോമോജീനിയസ് അല്ല. ഒരു ട്രൈബിനെ കുറിച്ച് ഒരു സിംഗിൾ സ്റ്റോറി അല്ല, പല കഥകളാണ് ഉള്ളത്. കുറച്ച് പേര് രക്ഷപ്പെട്ടു, കുറച്ച് പേര് മരിച്ചുപോയി, അങ്ങനെയുള്ള ഒരുപാട് കഥകൾ. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഓർഗനൈസ്ഡ് റിലിജിയന്റെ വരവോടുകൂടി, അതായത് ക്രിസ്ത്യാനിറ്റി എമർജ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പറയുവാണ്, സാന്റി ഗ്രൂപ്പിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ക്രൈസ്റ്റിന്റെ സ്റ്റോറിയൊക്കെ അവർക്കറിയാം. കാരണം എന്താ, ആ സമയത്ത് റിലിജിയന്റെ ഓർഗനൈസ്ഡ് റിലിജിയൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി അവിടെയൊക്കെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. ആര് കാരണമാണ്, നമ്മുടെ കൊളോണിയലിസം കാരണം. അപ്പം അതുകൊണ്ട് തന്നെ ഈ സാന്റി ട്രൈബ് തന്നെ ശരിക്കും പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു 1870 രണ്ട് ഗ്രൂപ്പായിട്ട്. അതായത് ഈ ക്രിസ്ത്യാനിറ്റിയുടെ വരവോടുകൂടി അവരുടെ റിലിജനും പോയി, പുതിയൊരു റിലിജൻ അല്ലേ ക്രിസ്ത്യാനിറ്റി കയറി വന്നു. ആൻഡ് ഇനി പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഓക്കെ, സോ ഈ ഒരു സ്റ്റോറി ആണ് നമ്മുടെ സാന്റി ട്രൈബിലുള്ള ആളുകൾക്ക് പാസ് ഓൺ ചെയ്യാൻ പറ്റിയത്, ലിസണേഴ്സിന്. ആൻഡ് ഇപ്പൊ പക്ഷെ പോയിറ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൂടുതലും കറക്റ്റായിട്ട് ഈ ഒരു സ്റ്റോറിയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു ആളുകളുടെ ഹിസ്റ്ററിയെ കുറിച്ചോ സ്റ്റോറി കറക്റ്റായിട്ട് പറയാൻ സാധിക്കുന്നില്ല. സോ ഇൻ കൺക്ലൂഷൻ എന്താണ് പറയുന്നത്, ഒരു സ്പേസിന്, അതായത് പ്ലേസ് എന്നുള്ള, അതായത് ഒരു ആളുടെ പ്ലേസിനുള്ള സിഗ്നിഫിക്കൻസിനെ കുറിച്ചാണ് പറയുന്നത്. സ്ഥലം, ആ ഒരാളുടെ പ്ലേസ് ആണ് അയാൾക്ക് ഐഡന്റിറ്റി, പേഴ്സണാലിറ്റി, കണക്ഷൻ, കൾച്ചറൽ കണക്ഷനും ഒക്കെ കൊടുക്കുന്നത് അല്ലേ. സോ അതിനെക്കുറിച്ചാണ് നമ്മുടെ പോയറ്റ് റീഇൻവെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഒരു പോയറ്റിലൂടെ. ആൻഡ് ദെൻ ഈ ഒരു പോയം എന്ന് പറയുന്നത് പ്ലേസിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് സെറ്റിലേഴ്സ് എക്സ്പീരിയൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിളിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മുടെ പോയിറ്റിന് നല്ലപോലെ എന്ത് ചെയ്യാൻ പറ്റി, പറയാൻ സാധിച്ചു ഈ ഒരു പോയത്തിലൂടെ. സോ ഇതിനകത്ത് ഓദർ എന്ന് പറയുന്ന ആൻഡ്രൂ സുക്നാസ്കിയാണ്. വുഡ് മൗണ്ടൻ പോയം എന്നുള്ള കളക്ഷനിൽ നിന്നാണ് ഈ ഒരു പോയം എടുത്തത്. 1976 ഈ ഒരു പോയം പബ്ലിഷ് ചെയ്തത്. പിന്നെന്താണ്, ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ വാട്ടേഴ്സ് വുഡ് മൗണ്ടൻ എന്ന് പറയുന്നത് പോയിറ്റിന്റെ വില്ലേജ് ആണ്. സസ്കാച്ചുവൻ, സൗത്ത് സെൻട്രൽ സസ്കാച്ചുവൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്, കാനഡയിലാണ്. വുഡ് മൗണ്ടൻ പോംസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോംലാൻഡിനെ കുറിച്ച്, ഹെറിറ്റേജിനെ കുറിച്ച്, കസ്റ്റംസിനെ കുറിച്ച്, ട്രൈബൽ പീപ്പിളിന്റെ സ്റ്റോറീസിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു പോയത്തിലൂടെ ആ ഒരു നേച്ചറിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് ഹിസ് പ്ലേസിനെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു പോയേക്കുന്നത്. ആൻഡ് ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.